Hi students, now we are going to discuss final accounts of a business. That is Unit 9, Final Accounts. A final account contains profit and loss account and balance sheet. That is, final accounts are primarily prepared for ascertaining the operational result and the financial position of the business. ഒരു കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് to find out the operational result. ആ കമ്പനിയുടെ ഓപ്പറേഷണൽ റിസൾട്ട് അതേപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ബിസിനസിന്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. There are mainly two types of accounts, that is profit and loss account and balance sheet. രണ്ട് തരത്തിലുള്ള അക്കൗണ്ട് ഉള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും. The profit and loss account reveals the profit earned or loss incurred. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത് നമ്മൾ എത്ര പ്രോഫിറ്റ് ആണ് അല്ലെങ്കിൽ എത്ര ലോസ് ആണ്, that is operational result during the accounting year, and the balance sheet indicates the financial position at the end of the year. So നമ്മുടെ ആ ഒരു വർഷത്തെ ഓപ്പറേഷണൽ റിസൾട്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുക, പ്രോഫിറ്റ് ഓർ ലോസ്. ദെൻ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിന്റെ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് ട്രയൽ ബാലൻസ്. So what is trial balance? We prepare final account with the help of trial balance. Trial balance shows the ledger balances of a company at the end of the financial year. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനം വരുന്ന ലെഡ്ജറിന്റെ ബാലൻസുകളാണ് എവിടെ വരുന്നത്? ട്രയൽ ബാലൻസിൽ വരുന്നത്. സോ ഫ്രം ദ ഹെൽപ്പ് ഓഫ് ദിസ് ട്രയൽ ബാലൻസ് വി പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട്സ്. ആ ഒരു ട്രയൽ ബാലൻസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. So normally when we prepare a trial balance, we have details of ledger accounts with you. So നമുക്ക് ഒരു ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും? നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ലെഡ്ജർ അക്കൗണ്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. So how to prepare a trial balance? Let's check. All accounts expenses including purchases and losses will have debit balance. ഒരു ട്രയൽ ബാലൻസിന്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കും? എങ്ങനെയൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കാണിക്കുന്നത്. എല്ലാ അക്കൗണ്ട്സും, അതായത് എല്ലാ എക്സ്പെൻസും ഇൻക്ലൂഡിങ് പർച്ചേസ് ആൻഡ് ലോസ്, എല്ലാ എക്സ്പെൻസുകളും പർച്ചേസസ് ആയാലും ലോസസ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. സോ ഡെബിറ്റ് ബാലൻസിലാണ് കണക്കാക്കുക. ഓൾ അക്കൗണ്ട്സ് ഇൻകംസ് ഇൻക്ലൂഡിങ് സെയിൽസ് ആൻഡ് ഗെയിൻസ് വിൽ ഹാവ് ക്രെഡിറ്റ് ബാലൻസ്. എല്ലാ ഇൻകം ഇൻക്ലൂഡിങ് സെയിൽസ് ഉൾപ്പെടെയുള്ള എല്ലാ ഇൻകത്തിനും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ആൾ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് വിൽ ബി ഡെബിറ്റ് ബാലൻസ്. എല്ലാ അസറ്റുകൾക്കും ഡെബിറ്റ് ബാലൻസ് ആവും. ഓൾ അക്കൗണ്ട്സ് ഓഫ് ലയബിലിറ്റീസ് വിൽ ഹാവ് ക്രെഡിറ്റ് ബാലൻസ്. എല്ലാ ലയബിലിറ്റീസിനും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ട്സ് വിൽ നോർമലി ബി ക്രെഡിറ്റ് ബാലൻസ്. എല്ലാ ക്യാപിറ്റൽ അക്കൗണ്ട്സിനും ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുക. സോ ക്രെഡിറ്റ് ബാലൻസ്. ഡ്രോയിങ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്. ഇങ്ങനെ നമുക്ക് എല്ലാ ഐറ്റത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം? ലയബിലിറ്റീസിലും ഒക്കെ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, അസറ്റ്സിനൊക്കെ എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. സോ അങ്ങനെ എല്ലാ ഐറ്റത്തിനും നമുക്ക് ജസ്റ്റ് ബാലൻസ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലൊരു പ്രോബ്ലം നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ജസ്റ്റ് അസറ്റിന്റെ ഒരു ഇത് അറിഞ്ഞാൽ മതി. നാച്ചർ ഓഫ് അസറ്റ് അറിഞ്ഞാൽ നമുക്ക് നാച്ചർ ഓഫ് അക്കൗണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എക്സ്പെൻസുകളുടെ ഡെബിറ്റ് ബാലൻസ് ആണ്, ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്, ലയബിലിറ്റീസിന്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ്, നമുക്ക് അറിയുന്ന കാര്യമാണ്. സോ അത് വെച്ച് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ഫ്രം ദ ഫോളോയിങ് ബാലൻസസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്സ് ഓഫ് സുധാകരൻ. സുധാകരന്റെ അക്കൗണ്ട്സ് ആണ് തന്നിട്ടുള്ളത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 ആണ്. പർച്ചേസസ് 4,10,000, സെയിൽസ് 4,29,000, പർച്ചേസ് റിട്ടേൺ 1,250, sales return 2,500, carriage inward 1,500, carriage outward 2,500, bank overdraft 21,000. നമ്മൾ ഒരുപാട് ഐറ്റംസ് അങ്ങനെ പറയുന്നതിന് മുന്നേ ഒരു ഐറ്റം എന്താന്ന് നമുക്ക് ജസ്റ്റ് പറയാം ക്വസ്റ്റ്യൻ്റെ ഒപ്പം തന്നെ. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനി ബിസിനസ് മീൻസ് അക്കൗണ്ടിങ് ഇയർ തുടങ്ങുന്ന വർഷം ആ കമ്പനിയുടെ അടുത്തുള്ള സ്റ്റോക്സ് ആണ്. അതിലെല്ലാം ഒരു റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് ഗുഡ്സ് എല്ലാം ഉൾപ്പെടെയുള്ള സ്റ്റോക്കാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പർച്ചേസസ്. ആ വർഷം നമ്മൾ എന്തെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട്? റോ മെറ്റീരിയൽസ് പർച്ചേസ് ഉണ്ടാവും, മറ്റുള്ള എന്തെല്ലാം കമ്പനിയുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള പർച്ചേസസ്. സെയിൽസ് ഉണ്ടായിരിക്കും ആ വർഷം.
അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്, സ്റ്റോക്ക് ആണ്, അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ്. പർച്ചേസസ് ഈസ് എൻ എക്സ്പെൻസ്, സോ ഇറ്റ് ഹാസ് ഡെബിറ്റ് ബാലൻസ്. 4,10,000 ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. സെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഇൻകം ആണ്, സോ ഇറ്റ് ഹാസ് ക്രെഡിറ്റ് ബാലൻസ്. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ പർച്ചേസിന്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഒരു റോ മെറ്റീരിയൽ വാങ്ങിച്ചു അല്ലെങ്കിൽ പർച്ചേസ് ചെയ്തു, നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരിക. സോ ദാറ്റ് ഈസ് കോൾഡ് പർച്ചേസ് റിട്ടേൺ. സോ പർച്ചേസിന് എന്താണ് ബാലൻസ്? ഡെബിറ്റ് ബാലൻസ് ആണ്. സോ പർച്ചേസ് റിട്ടേൺ എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. പർച്ചേസിന് ലെസ് ചെയ്യാണ് ചെയ്യുക. സോ പർച്ചേസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്? പർച്ചേസ് റിട്ടേൺ വരുന്നത്. സോ പർച്ചേസ് റിട്ടേൺ എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേണിന്റെ പ്രത്യേകത എന്താ? സെയിൽസിന്റെ ഓപ്പോസിറ്റ് ആണ്. സെയിൽ ചെയ്ത് നമ്മൾ കസ്റ്റമർക്ക് വിറ്റിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കസ്റ്റമർ തിരിച്ച് തന്നു, അതാണ് സെയിൽസ് റിട്ടേൺ. നമ്മൾ അങ്ങനെ വരാറുണ്ടല്ലോ, ചിലപ്പോൾ വല്ല ഡാമേജ് ഒക്കെ വന്ന കാരണം റിട്ടേൺ ചെയ്തു. സോ ദാറ്റ് ഈസ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേണിന് ക്രെഡിറ്റ് ബാലൻസ് അല്ല, സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് സെയിൽസ് റിട്ടേൺ എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ക്യാരേജ് ഇൻവേർഡ്. ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആണ് ക്യാരേജ് ഇൻവേർഡ്. സോ അത് നമ്മൾ ഡെബിറ്റ് തന്നെയാണ് ചെയ്യാം. ക്യാരേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെയിൽസുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസുകളാണ്. ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ. അതായത് കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് പ്രൊഡക്റ്റ് വിൽക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് വരുന്ന എക്സ്പെൻസ് ആണ് ക്യാരേജ് ഔട്ട്വേർഡ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഈ ക്യാരേജ് ഇൻവേർഡും ക്യാരേജ് ഔട്ട്വേർഡിനും ഏത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ലയബിലിറ്റി ആണ്. നമ്മൾ ബാങ്കിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള ക്യാഷിനേക്കാൾ കൂടുതൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നതിനാണ് എന്ത് പറയുക? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. സോ അതൊരു ലയബിലിറ്റി ആണ്. സോ അതിനെന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. നെക്സ്റ്റ് ക്യാഷ് ആണ്. ക്യാഷ് അസറ്റ് ആണ്. 4,000 ക്യാഷിന് അസറ്റിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്, ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ലയബിലിറ്റി എന്ന് പറയാൻ കാരണം? ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്, ഓണേഴ്സിന്റെ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അതുകൊണ്ടാണ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു ലയബിലിറ്റി സൈഡിൽ തന്നെ കാണിക്കുക. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്, 37,500 ലയബിലിറ്റീസ് ക്രെഡിറ്റ് സൈഡ് ആണ്. ലോൺസ് ലയബിലിറ്റി ക്രെഡിറ്റ് സൈഡ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ്. സോ അസറ്റ് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ അതൊരു അസറ്റ് ആണ്. ഇൻകം അക്രൂഡ്, വെറും ഇൻകത്തിന് എന്താ പറയുക? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇൻകം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ്. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നു. അക്രൂഡ് ഇൻകത്തിന് എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഡെബിറ്റ് ബാലൻസ് ആണ്. അക്രൂഡ് ഇൻകത്തിന് ഡെബിറ്റ് ബാലൻസ് ആണ്, അസറ്റ് ആണ്. മെഷീനറി അസറ്റ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ഡ്രോയിങ്സിന് ഡെബിറ്റ് ബാലൻസ്. ഡ്രോയിങ്സ് ഒരു എക്സ്പെൻസ് ആണ്. വേജസ് ഒരു എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ്. സാലറി എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, നമ്മൾ ചെലവ് കൊടുക്കാനുണ്ട്, എക്സ്പെൻസ് കൊടുക്കാനുണ്ട് പറയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിന് എന്ത് ബാലൻസ് ആയിരിക്കും? ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്. സോ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടിയിട്ട് ഒരു എക്സ്പെൻസ് കൊടുത്തു, അതായത് അടുത്ത മാസം കൊടുക്കാനുള്ള ഒരു എക്സ്പെൻസ് ഈ മാസം കൊടുത്തു. സോ അതൊരു അസറ്റ് ആയിട്ടാണ് കണക്കാക്കുക. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് ആണ്. സോ അത് ഡെബിറ്റ് ബാലൻസ് ആണ്. അടുത്തത് പോസ്റ്റേജ് ആണ്, 900. പോസ്റ്റേജ് എന്ന് പറയുന്നതും എന്താണ്? ഒരു എക്സ്പെൻസ് ആണ് പോസ്റ്റേജ്. സോ അത് ഡെബിറ്റ് ബാലൻസ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് പറഞ്ഞാൽ നമുക്കൊരു ഇൻകം ആണ്, ഡിസ്കൗണ്ട് കിട്ടി. സോ അത് ക്രെഡിറ്റ് സൈഡാണ് കാണിക്കുക, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഡിസ്കൗണ്ട് അലൗഡ് 1000, അതിന് ഡെബിറ്റ് ആണ്, ഡെബിറ്റ് സൈഡാണ് കാണിക്കുക. ബാഡ് ഡെപ്റ്റ് എക്സ്പെൻസ് ആണ്. നമുക്ക് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കടം നമ്മൾ കൊടുത്തു, സോ അത് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് നമുക്ക് പൈസ കിട്ടിയിട്ടില്ല. സോ ബാഡ് ഡെപ്റ്റ്. നെക്സ്റ്റ് അതൊരു എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് സൈഡ് ആണ്. സൺട്രി ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു അസറ്റ് ആണ്. അസറ്റ് നമ്മൾ ഡെബിറ്റ് ബാലൻസ് ആണ്, ഡെബിറ്റ് സൈഡ് എഴുതുക. ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻട്രസ്റ്റ് പറഞ്ഞാൽ നമുക്കൊരു എക്സ്പെൻസ് ആയിട്ടും കണക്കാക്കാം. ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ആയിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഇൻട്രസ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നുണ്ടാവുക. ഇനി നമുക്ക് ലോൺ ഒക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ്, അതൊരു എക്സ്പെൻസ് ആണ്. ഇവിടെ ഒരു ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കാം.
ഇൻട്രസ്റ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇൻകം. ഇവിടെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് 300. സോറി, ഇൻട്രസ്റ്റ് റിസീവ്ഡ് 300 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ റിസീവ്ഡ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? ഇൻകം ആയിട്ട് എടുക്കേണ്ടത്. വെറും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പെൻസ് ആയിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്രെഡിറ്റ് സൈഡ് കാണിക്കുക. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലയബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ അത് ക്രെഡിറ്റ് സൈഡാണ് കാണിക്കുക. ഇനി ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സിന് ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാകുക. ഒന്നുകൂടി പറഞ്ഞുതരാം. ഓപ്പണിംഗ് സ്റ്റോക്ക് അസറ്റ് ആണ് 40,000. പർച്ചേസസ് അസറ്റ് ആണ് 40 lakhs. അതൊക്കെ ഡെബിറ്റ് ചെയ്തു അല്ലേ? സെയിൽസിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. പർച്ചേസ് റിട്ടേൺ ക്രെഡിറ്റ് ചെയ്തു. സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്തു. എന്താ അത്? സെയിൽസിന്റെ ഓപ്പോസിറ്റ് ആണ്. ക്യാരേജ് ഇൻവേർഡും ക്യാരേജ് ഔട്ട്വേർഡും എക്സ്പെൻസ് തന്നെയാണ്. സോ അതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്തു. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലയബിലിറ്റി ആണ് 21,000 ക്രെഡിറ്റ് ചെയ്തു. ക്യാഷ് അസറ്റ് ആണ് 4,000 ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റൽ ലയബിലിറ്റി ആണ് ക്രെഡിറ്റ് ചെയ്തു. സൺഡേ ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ് ക്രെഡിറ്റ് ചെയ്തു. ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ് ഡെബിറ്റ് ചെയ്തു. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാലും അസറ്റ് ആണ് ഡെബിറ്റ് ചെയ്തു. മെഷീനറി അസറ്റ് ആണ് ഡെബിറ്റ് ചെയ്തു. ഡ്രോയിങ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ചെയ്തു. വേജസ് എക്സ്പെൻസ് ആണ് ഡെബിറ്റ് ചെയ്തു. പിന്നെയോ സാലറീസ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസ് അല്ലേ, അത് ഡെബിറ്റ് ചെയ്തു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്. ലയബിലിറ്റിന് നമ്മൾ എന്താ ചെയ്യുക? ക്രെഡിറ്റ് സൈഡ് ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാനുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതൊരു അസറ്റ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് നമ്മൾ മുൻകൂട്ടി കൊടുത്തു. അടുത്ത മാസം കൊടുക്കാതെ ഈ മാസം കൊടുത്തു. 750 ഒരു അസറ്റ് ആണ്. പോസ്റ്റേജ് 900 ഒരു എക്സ്പെൻസ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് 375 എന്ന് പറഞ്ഞാൽ അതൊരു ഇൻകം ആണ്. റിസീവ്ഡ്. ഡിസ്കൗണ്ട് അലൗഡ് 1000 ഒരു എക്സ്പെൻസ് ആണ്. ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്തു, എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്തു. ബാഡ് ഡെപ്റ്റ് ഡെബിറ്റ് ചെയ്തു 750. സൺഡറി ക്രെഡിറ്റ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 1 lakh. ഡെപ്റ്റേഴ്സ് അസറ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്പെൻസ് ആണ് 3,500. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അത് ഇൻകം ആയിട്ട് എടുക്കുക. രണ്ട് ഇൻട്രസ്റ്റിൽ ഒന്ന് ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ഒന്ന് ഇൻട്രസ്റ്റ് പെയ്ഡും ഒന്ന് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആയിരിക്കും. സോ ഇൻട്രസ്റ്റ് പെയ്ഡ് 3,500 എക്സ്പെൻസ് ആണ്, ഡെബിറ്റിൽ എഴുതാം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്രെഡിറ്റിൽ എഴുതാം. ഇനി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ലയബിലിറ്റി ആണ്. നമ്മളൊരു പ്രൊവിഷൻ മാറ്റി വെച്ചു, അത് ലയബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുക. ക്രെഡിറ്റ് സൈഡാണ് കണക്കാക്കുക. 1,750. ഫർണിച്ചർ ആൻഡ് ഫിക്ചർ അസറ്റ് ആണ് 7,500. അങ്ങനെ നമ്മൾ എഴുതിയത് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ രണ്ട് സൈഡും ഈക്വൽ ആവും. ടോട്ടൽ ചെയ്താൽ ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആവും. അപ്പോൾ നമ്മുടെ അർത്ഥം നമ്മുടെ ട്രയൽ ബാലൻസ് നമ്മൾ എഴുതിയത് ശരിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.